എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. മത്തി കിട്ടിയിട്ടുണ്ട്, നല്ല മത്തി ഉപ്പുമാങ്ങ ഇട്ട് നമുക്ക് എങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഉപ്പുമാങ്ങ ഒരു വർഷമായിട്ട് ഉപ്പുമാങ്ങ ഭരണിയിലിട്ട് വെച്ചിരുന്ന ഉപ്പുമാങ്ങ എടുത്താണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 1 കിലോ മത്തി വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്, ഉപ്പുമാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഉപ്പുമാങ്ങയാണ്. ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക്, ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പുളി, തേങ്ങ, പിന്നെ മഞ്ഞൾ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വീഡിയോ ആരംഭിക്കാം. നമ്മൾ ഉപ്പുമാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പുമാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഉള്ളി, ഇഞ്ചി അരിഞ്ഞത്, കരിയാപ്പില, ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചേർക്കാനുള്ള തേങ്ങയാണ്. തേങ്ങ ചേർത്തു. തേങ്ങ ചേർത്ത് നമുക്ക് ഇനിയും എടുക്കാനുള്ളത് ശകല ഉപ്പ് ചേർക്കും. ഒത്തിരി ഉപ്പ് ചേർക്കണം. മാങ്ങയ്ക്കകത്ത് ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. എല്ലാം തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കരിയാപ്പില ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. മത്തി, ഉപ്പുമാങ്ങ, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത്, കരിയാപ്പല, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടപ്പയിലിരുന്ന് ചെറിയ വേവട്ടെ, എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ തോരൻ എല്ലാം പറ്റി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് മീൻ തോരന്. നമുക്ക് അതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ചേർത്തില്ലല്ലോ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. എരിവും പുളിവും എല്ലാം പാകമാണ്. അപ്പോൾ നമ്മൾ ഉപ്പുമാങ്ങ ഇട്ട മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ തരാൻ മറക്കരുത്. അപ്പം നിങ്ങൾ തരുന്ന എൻകറേജ്മെൻറ്റാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇടാനായിട്ട് പ്രചോദനം നൽകുന്നത്. അപ്പം കൂട്ടുകാരെല്ലാം ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഉപ്പുമാങ്ങ ഒരു വർഷമായിട്ട് ഞാൻ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് ഭരണിക്കകത്ത്. അതിനകത്തുനിന്നൊരു എടുത്ത് ഞാൻ ഇത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പുമാങ്ങ അച്ചാറാണ് ഇതുണ്ടാക്കുന്നത്. ആ വീഡിയോയ്ക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. വായോ കാണിക്കാം. ഇതാണ് ഉപ്പുമാങ്ങ. അതുകൊണ്ട് ഭരണിക്കകത്തുനിന്ന് എടുത്താണ് ഈ ഒരു ഉപ്പുമാങ്ങ.
അപ്പോൾ ഒരു ഉപ്പുമാങ്ങ എടുത്തു, അത് ഞാൻ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് അച്ചാറിടാം. അപ്പോൾ ഇത് കുറച്ച് കരിയാപ്പിലയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കായം. ഇത്രയും സാധനമാണ്. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ചീനിച്ചട്ടിക്കകത്തോട്ട് നല്ലെണ്ണ 2-3 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു. മൂത്ത് വരട്ടെ, പൊട്ടി വരട്ടെ. അത് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരപ്പുകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി. പച്ചമണം മാറുന്നതിന് വരെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിക്കാം. ഒട്ടും ഉപ്പ് ചേർക്കരുത്. ഉപ്പുള്ള മാങ്ങ ആയതുകൊണ്ട് ഉപ്പ് ഒട്ടുമേ ചേർക്കരുത് കേട്ടോ. ഉപ്പ് ഒട്ടുമേ ചേർക്കരുത്. നമ്മൾ ഈ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇട്ട് കൊടുത്തു. ഇളക്കി കൊടുക്കാം. സോറി. ഇളക്കി കൊടുത്തു. നമുക്ക് അല്പം വിനീഗർ ഒഴിക്കാം. അപ്പം നമ്മുടെ അച്ചാർ റെഡി. വിനീഗർ ഒഴിച്ചു. അപ്പം നമ്മളെ ചോറുണ്ണാനും ചപ്പാത്തി തിന്നാനും ഒക്കെ നല്ല ബെസ്റ്റ് കറിയാണിത്. ബെസ്റ്റ് അച്ചാറാണിത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊട്ടും ചേർക്കണ്ട. ഉപ്പ് ഈ മാങ്ങായ്ക്കകത്തെ ഉപ്പ് ഇതിനകത്ത് മതി. പിന്നെ അത് ടേസ്റ്റ് ചെയ്തിട്ട് കുറവാണെങ്കിൽ നിങ്ങൾ ചേർക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അച്ചാർ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ തരാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇതാണ് ഉപ്പുമാങ്ങ വെച്ച ഉപ്പുമാങ്ങ അച്ചാർ. അടിപൊളി ഉപ്പുമാങ്ങ അച്ചാറാണിത്. കണ്ടോ? ഇത് കറി വെക്കാനും നല്ലതാണ്. അത് നാളെ വേറൊരു ദിവസം ഞാൻ ഈ കറി വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.